ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. അനാദി ചൈതന്യ സ്വരൂപനായ ശ്രീ പരമേശ്വരനെ പോലെ തന്നെ ആദ്യന്തരഹിതയായി ഇരിക്കുന്ന ശ്രീ പരാശക്തിയുടെ വൈഭവങ്ങൾ വിവരിക്കുന്ന ശ്രീ കാമകലാവിലാസത്തിലെ 2ാമത്തെ ശ്ലോകത്തിൻ്റെ വിവരണമാണ് നമ്മൾ കഴിഞ്ഞ ഭാഗം മുതൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശക്തി തത്വം വിവരിക്കുന്ന ഈ 2ാമത്തെ ശ്ലോകത്തിലെ ശ്രീ പരാശക്തിയുടെ 3 വിശേഷഭാവങ്ങൾ, നിത്യയും നിരുപമാകാരയും ശിവരൂപ വിമർശ നിർമ്മലാദർശവും ആയ 3 വിശേഷഭാവങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ മനസ്സിലാക്കി. ഇനി അടുത്തതായി ഭാവി ചരാചര ബീജം എന്ന പ്രഭാവത്തെക്കുറിച്ച് വിശദീകരിക്കാം. ഭാവി ചരാചര ബീജം എന്ന ഈ വിശേഷണത്തിൽ ചരാചര പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് സൂചന. സൃഷ്ടി വിവരണത്തോടു കൂടിയാണ് ശ്രീ കാമകലാവിലാസം തുടങ്ങുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയതാണ്. പരശിവത്തിൻ്റെ വർണ്ണനയായ ആദ്യ ശ്ലോകത്തിലും അതുപോലെ പരാശക്തിയുടെ വിവരണമായ ഈ 2ാമത്തെ ശ്ലോകത്തിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി ഇനിയും തുടങ്ങിയിട്ടില്ല എന്ന രീതിയിലാണ് വിവരിച്ചിരിക്കുന്നത്. അത് ശ്രദ്ധിക്കാവുന്നതാണ്. ആദ്യ ശ്ലോകത്തിൽ ശ്രീ പരമേശ്വരൻ ഉദ്യുക്ത, അതായത് ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലീലാ വിനോദന ഉദ്യുക്ത എന്ന്. ഈ 2ാമത്തെ ശ്ലോകത്തിലും ഭാവി ചരാചര ബീജം, അതായത് ഇനി ഭാവിയിൽ ഉണ്ടാവാനിരിക്കുന്ന ചരാചര പ്രപഞ്ചത്തിൻ്റെ ബീജമായി ഇരിക്കുന്നവൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സൃഷ്ടിയിൽ കൂടിയാണല്ലോ നമ്മളൊക്കെ ഇപ്പോൾ ഉണ്ടായി ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടി മുതലായ കർത്തവ്യം തന്നെയാണ് ശ്രീ പരമേശ്വരൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ധർമ്മമായി നമ്മുടെ ദൃഷ്ടികോണിലൂടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് തത്വദർശനങ്ങളും പ്രകരണ ഗ്രന്ഥങ്ങളുമെല്ലാം സൃഷ്ടി വിവരണത്തോടുകൂടി തുടങ്ങുന്നത്. സകല ഭുവനോദയ സ്ഥിതി ലയ മയ ലീല എന്നല്ലേ ഈ ഗ്രന്ഥവും തുടങ്ങുന്നത്, അല്ലേ? പ്രകാശാന്തർഗതമായിരിക്കുന്നതാണ് വിമർശരൂപ ശക്തി, അതായത് ശിവപ്രകാശത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ളതാണ് വിമർശശക്തി എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ മനസ്സിലാക്കി. അന്തർലീന വിമർശ എന്ന വിശേഷണത്തിൽ കൂടി മാത്രമല്ല, ആ അന്തർലീനമായിരിക്കുന്ന ശക്തി ഇച്ഛാസ്വരൂപിണിയുമാണ്. അതായത് ശ്രീ പരമേശ്വരന് സൃഷ്ട്യുന്മുഖമായ കാമത്തെ ജനിപ്പിക്കുന്നവളുമാണ് എന്നും മനസ്സിലാക്കി. കാരണം നിർബാധമായ സ്വാതന്ത്ര്യമാണ് ശ്രീ പരമേശ്വരൻ്റെ മൗലിക ഭാവം. ആ സ്വാതന്ത്ര്യം ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനും ആവാമല്ലോ. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ചെയ്യാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ടല്ലോ, അല്ലേ? എന്നാൽ ഇവിടെ സൃഷ്ട്യുന്മുഖമായ പ്രപഞ്ച സൃഷ്ടിയെ ഉദ്ദേശിച്ചുള്ള ഇച്ഛയുടെ ആ പ്രേരണ, ആ ഒരു ഉന്തൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെ കാരണമാണ് സൃഷ്ടി മുതലായ പഞ്ചകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യമായി മാറുന്നത്. ആ ഉന്തൽ, ആ പ്രേരണ കൊടുക്കുന്നത് ആരാണ്? അത് വിമർശരൂപത്തിലുള്ള ശ്രീ പരാശക്തി തന്നെയാണ്. അഥവാ ശിവത്തിൻ്റെ ആ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യ ശക്തി തന്നെ ശ്രീ പരാശക്തിയാണ്. ആ പ്രഥമ ഇച്ഛയുടെ രൂപത്തിലാണ് സർവചരാചരങ്ങളും അടങ്ങിയിരിക്കുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ ബീജത്തിനെയാണ്, അതായത് വിത്തിനെയാണ്. ചെറിയ ഒരു വിത്തിൽ നിന്നുമാണ് വലിയ വൃക്ഷമുണ്ടാവുന്നത്. പരാത്രിംശിക എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ശ്രീ അഭിനവഗുപ്താചാര്യർ പറയുന്നത് ഇങ്ങനെയാണ്: യഥാ ന്യഗ്രോധ ബീജസ്ഥ ശക്തിരൂപോ മഹാദ്രുമഃ തഥാ ഹൃദയബീജസ്ഥം വിശ്വമേതച്ചരാചരം. ഇവിടെ ഒരു കാര്യം, ശൈവ ശാക്ത ആഗമങ്ങളിലും മഹാത്മാക്കളായ ആചാര്യന്മാരുടെ രചനകളിലും വ്യാഖ്യാനങ്ങളിലും പറഞ്ഞിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിവരണങ്ങളൊക്കെ കൊടുക്കുന്നത് എന്ന് ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്. അതുകൊണ്ട് അപ്പപ്പോൾ അതാത് പ്രമാണ ശ്ലോകങ്ങൾ ഉദ്ധരിക്കേണ്ടതും ഒഴിവാക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ പരാത്രിംശികയിലെ ശ്ലോകം നോക്കാം. യഥാ ന്യഗ്രോധ ബീജസ്ഥ ശക്തിരൂപോ മഹാദ്രുമഃ തഥാ ഹൃദയബീജസ്ഥം വിശ്വമേതച്ചരാചരം. അതായത് പടർന്നു പന്തലിച്ച് വളരെയധികം വണ്ണം കൂടിയ വേടുകളും കൊമ്പുകളും ചില്ലുകളുമൊക്കെയുള്ള ഒരു ബൃഹത്തായ പേരാലിൻ്റെ വ്യാപ്തിയും വീര്യവും മുഴുവനും എങ്ങനെ അതിൻ്റെ ഒരു ചെറിയ വിത്തിൽ ശക്തി രൂപത്തിൽ സാന്ദ്രമായി
ഒതുങ്ങിയിരിക്കുന്നുവോ അതുപോലെ പഞ്ചഭൂതാത്മകമായ അണ്ഡകടാഹങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗോളങ്ങളും അതിലുള്ള ജീവജാലങ്ങളും എല്ലാം പരമേശ്വര ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന അന്തർലീന വിമർശമായ പരാശക്തിയിൽ അടങ്ങിയിരിക്കുന്നു. ഈ ശിവാന്തർലീനയായ ശക്തി ഇച്ഛാസ്വരൂപിണി കൂടിയാണ്. ശ്രീ പരമേശ്വരന് സൃഷ്ട്യുന്മുഖമായ കാമത്തെ ഉണ്ടാക്കുന്നവളാണ്. എന്താണ് ഈ സൃഷ്ട്യുന്മുഖമായ, അതായത് പ്രപഞ്ച സൃഷ്ടിയെ മുൻനിർത്തിയുള്ള കാമം? ചിദ്ഗഗന ചന്ദ്രികയിലെ മറ്റൊരു ശ്ലോകത്തിൽ ശിവതത്വമായിട്ടും ശക്തിതത്വമായിട്ടും ഉടലെടുക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ ഇച്ഛാശക്തിയുടെ ആവിർഭാവം വിവരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഉദ്യമഃ പ്രഥമ ഊർമിരുത്തരോ നിസ്തരംഗ ശിവചിത്പയോ നിധേഹ പ്രാഗചിത്പദ പരിഗ്രഹാത്തതോ വ്യോമനീശ്വരി തനുർമഹോദയ. ഇതിൻ്റെ അർത്ഥം പറയാം. അനുത്തര പരശിവം എന്ന് പറയുന്ന ആദി പരമ്പൊരുൾ ഒരു പ്രശാന്തമായ സാഗരം പോലെയാണ്. നിസ്തരംഗ ചിത്പയോനിധി, അതായത് തിരമാലകളൊന്നുമില്ലാത്ത അക്ഷുബ്ധമായ അഖണ്ഡമായ ശുദ്ധബോധത്തിൻ്റെ സാഗരം. ശിവം ശക്തി എന്നുള്ള ഭേദമൊന്നുമില്ലാതെയിരിക്കുന്ന തത്വങ്ങൾക്ക് അതീതമായ പരാജ്ഞാനം എന്ന ഒരു സ്ഥിതിവിശേഷം. ആ പരാജ്ഞാന സമുദ്രത്തിൽ ആദ്യമായി ഒരു തരംഗം, ഊർമി എന്ന് പറഞ്ഞ തരംഗം, അതായത് കാമത്തിൻ്റെ ഇച്ഛയുടെ ഒരു അല ഉത്തരഹ ഉയരുന്നു. അതായത് ചെറിയ ഒരു കമ്പനം, ഒരു വൈബ്രേഷൻ. ഈ കമ്പനം ഇവിടെ അതിസൂക്ഷ്മമാണ്, പ്രത്യക്ഷമല്ല. അതിനെയാണ് കിഞ്ചിത് ഉച്ഛൂനാവസ്ഥ എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു വിത്ത് പൊട്ടി തോട് പൊളിച്ച് അതിൻ്റെ മുള പുറത്തേക്ക് തുറിച്ച് വരുന്നതിന് തൊട്ട് മുമ്പുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഒരു ചലനത്തിന് വേണ്ടി തുടിക്കുന്ന സ്തബ്ധതയാണ് ഈ കിഞ്ചിത് ഉച്ഛൂനാവസ്ഥ. ഡൈനമിക് സ്റ്റിൽനെസ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നതിന് മുമ്പ് ഉണ്ടാവുന്നതായി പറയുന്ന മൂകത എന്ന പോലെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്ന ഒരു അവസ്ഥ. ആ ഉച്ഛൂനാവസ്ഥ എന്തിനുള്ളതാണ്? അചിത് പദ പരിഗ്രഹാത്ത് എന്ന് വെച്ചാൽ അചിത്ത് പദാർത്ഥമായ അശുദ്ധ സൃഷ്ടിയായ പ്രാപഞ്ചിക ദശയിലേക്ക് കടക്കുന്നതിനുള്ള ഉദ്യമം. വ്യാവഹാരിക ദശ അഥവാ കോസ്മിക് പ്ലെയിൻ എന്ന് പറയുന്ന പ്രപഞ്ചതലം സൃഷ്ടിക്കാനുള്ള പുറപ്പാട്. ഗംഭീരമായ ഒരു പ്രപഞ്ച നാടകത്തിൻ്റെ തിരശീല ഉയരാൻ പോകുന്നു എന്നതിനുള്ള സൂചന. ഇപ്രകാരം ശിവസാഗരത്തിൽ ഉയരുന്ന തരംഗം പോലെ ശിവത്തിൻ്റെ ശുദ്ധബോധത്തിൽ ഇച്ഛയുടെ ഉച്ഛൂനാവസ്ഥ ഉദിക്കുമ്പോഴാണ് വ്യോമനീശ്വരി തനുർമഹോദയ. ചിത് ഗുഹയിൽ നിന്നും ചിദംബരത്തിൽ നിന്നും, അതായത് പാരമാർത്ഥിക ദശയിൽ നിന്നും ശക്തി തത്വമായി പ്രപഞ്ചജ്ഞാനത്തിനുള്ള ഹേതുവായ പ്രഥമ ഇച്ഛയുടെ രൂപത്തിലുള്ള ചിദ് ശക്തിയായി മഹോദയ, മഹത്തായി ഉയരുന്നു. അങ്ങനെ ഇനി വെളിപ്പെടുത്താനിരിക്കുന്ന ചരാചര പ്രപഞ്ചത്തിൻ്റെ കാരണമായ ബീജം പോലെയുള്ളവളാണ് ശ്രീ പരാശക്തി. ഭാവി ചരാചര ബീജം എന്ന ഈ വിശേഷണത്തിൻ്റെ അർത്ഥം ഇതാണ്. അതുതന്നെയാണ് ചിദ്ഗഗന ചന്ദ്രികയിലെ ഈ ശ്ലോകത്തിൽ വളരെ ഭംഗിയായി വിവരിച്ചിരിക്കുന്നത്. ചിദ്ഗഗന ചന്ദ്രികയിലെ ഒരു ശ്ലോകം കഴിഞ്ഞ ഭാഗത്തിലും ഉദ്ധരിച്ചിരുന്നു. കാശ്മീര ശൈവത്തിൻ്റെ ക്രമസമ്പ്രദായത്തിൽപ്പെട്ട ഒരു സുപ്രധാനമായ കൃതിയാണ് ചിദ്ഗഗന ചന്ദ്രിക. കാളിയുടെ ദാസനായ ശ്രീവത്സൻ അല്ലെങ്കിൽ ശ്രീവത്സ ഗോത്രത്തിൽപ്പെട്ട ശ്രീ കാളിദാസൻ, പ്രസിദ്ധനായ മഹാകവി കാളിദാസനല്ല. ഇങ്ങനെ ഇതിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ പേരിനെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ക്രിസ്തുവർഷം 10-ാം നൂറ്റാണ്ടിന് മുൻപ് എപ്പോഴോ ആയിരിക്കണം ഈ മഹത് ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഗഹനമായ തത്വവിചാരങ്ങൾ ഭഗവതിയെ സ്തുതിക്കുന്ന സ്തോത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്ന 320 ശ്ലോകങ്ങളാണ് ചിദ്ഗഗന ചന്ദ്രിക. സുപ്രസിദ്ധ ആചാര്യന്മാരായ ശ്രീ അമൃതാനന്ദനാഥർ, ശ്രീ മഹേശ്വരാനന്ദനാഥർ, ശ്രീ ഭാസ്കര റായർ, അതുപോലെ തന്നെ സൗന്ദര്യലഹരിയുടെ പ്രാചീന വ്യാഖ്യാതാക്കൾ മുതലായവരൊക്കെ തങ്ങളുടെ രചനകളിൽ ചിദ്ഗഗന ചന്ദ്രികയിലെ ശ്ലോകങ്ങൾ ധാരാളം ഉദ്ധരിച്ച് കാണുന്നുണ്ട്.
ശ്രീ കർറ അഗ്നിഹോത്രി ശാസ്ത്രികളുടെ ദിവ്യ ചകോരിക, പണ്ഡിറ്റ് ശ്രീ രഘുനാഥ മിശ്രയുടെ ക്രമപ്രകാശിക എന്നീ 2 മഹത്തരങ്ങളായ സംസ്കൃത വ്യാഖ്യാനങ്ങളാണ് ചിത് ഗഗനചന്ദ്രികയുടെ നിഗൂഢാർത്ഥപ്രദമായ ശ്ലോകങ്ങളുടെ പൊരുൾ നമുക്ക് മനസ്സിലാക്കി തരാൻ ഉപകരിക്കുന്നത്. ചിത് ഗഗനചന്ദ്രികയിലെ അനുയോജ്യമായി തോന്നുന്ന ചില ശ്ലോകങ്ങളുടെ സഹായം നമ്മളും സ്വീകരിക്കുന്നതായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള സ്തുതികളാണ് ഇവയൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള സ്തുതികൾ അവയുടെ ശരിയായ അർത്ഥം നന്നായി മനസ്സിലാക്കി നമ്മൾ ചൊല്ലുമ്പോഴാണ്, നമ്മൾ ഈ തത്വങ്ങളുടെയൊക്കെ അന്തസ്സത്ത ശരിയായി മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥമായ നമ്മുടെ ഉപാസ്യ ദേവത ആരാണ്, ആ മഹാത്രിപുര സുന്ദരിയുടെ യഥാർത്ഥ സൂക്ഷ്മ സ്വരൂപം എന്താണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ശരിയായ രീതിയിൽ സ്ഫുരിക്കുള്ളൂ. നമ്മൾ ധ്യാന ശ്ലോകത്തിൽ കൂടി മനസ്സിലെ രൂപചിത്രം നിർമ്മിക്കുന്ന ആ ഒരു കരചരണാദികളോട് കൂടിയുള്ള മനുഷ്യ സമാനമായിട്ടുള്ള സ്വരൂപമല്ല എന്നുള്ള, അതിനും അപ്പുറത്തുള്ള അതിൻ്റെ ആ പാരമാർത്ഥികമായിട്ടുള്ള തത്വം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് പ്രകരണ ഗ്രന്ഥങ്ങളിൽ കൂടി ശ്രീവിദ്യോപാസകർ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ആ തത്വങ്ങളും ഇതിൻ്റെ ഈ ദർശനത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ആശയങ്ങളും മനസ്സിലാക്കിയിരിക്കണം എന്ന് പറയുന്നത്. അത് വളരെ അത്യാവശ്യമാണ്. സാധനയുടെ തുടക്കത്തിൽ നമ്മൾ മന്ത്രജപം ചെയ്തിരുന്നാൽ മതി. പക്ഷെ പിന്നീട് കുറേശ്ശെ നമ്മുടെ ആ ആരാധ്യ ദേവതയുടെ, നമ്മുടെ ഉപാസ്യ ദേവതയുടെ ശരിക്കുള്ള തത്വം എന്താണ് എന്ന് ഉള്ളിൽ സ്ഫുരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സ്തുതികളുടെ ദാർശനിക വശം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി നമുക്ക് 5ാമത്തെ വിശേഷണമായി നിജസുഖമയ എന്ന പദം എടുക്കാം. പാരമാർത്ഥികമായ ആ ഒരു തലത്തിലും പരശിവത്തിൻ്റെ ആനന്ദാനുഭൂതിയായി ഇരിക്കുന്നത് കൊണ്ടാണ് നിജസുഖമയ ശക്തി എന്ന വിശേഷണം പ്രസക്തമാകുന്നത്. നിജസുഖമയം എന്ന ശ്രീ പരാശക്തിയുടെ സ്വരൂപം അതെന്താണെന്ന് നോക്കാം. ശ്രീ പരമേശ്വരൻ്റെ പരമാനന്ദമാണ് സ്വാതന്ത്ര്യം എന്നത് നമ്മളിതിനു മുമ്പ് മനസ്സിലാക്കിയിരുന്നു. സ്വാതന്ത്ര്യമാണ് ആനന്ദം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നത് ദുഃഖമാണല്ലോ, അല്ലേ? സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ത്രിമലങ്ങളാകുന്ന പാശത്താൽ ബന്ധിതരായിരിക്കുന്നത് കൊണ്ട് ഐഹിക ജീവിതം പശുഭാവത്തിലുള്ള ജനങ്ങൾക്ക് ദുഃഖപൂരിതമായിരിക്കുന്നു. അപ്പോൾ ശ്രീ പരമേശ്വരൻ്റെ നിർബാധമായ സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ് പരമാനന്ദമായിട്ടുള്ളതും. ആ പരമാനന്ദ ഘനമായിരിക്കുന്നതും ശക്തി തന്നെയാണ്. അന്തർമുഖമായിരിക്കുന്നതാണ് ഈ പരമാനന്ദം. ശ്രീ പരമേശ്വരൻ്റെ ആനന്ദം അന്തർമുഖമായിരിക്കുമ്പോൾ അത് ആത്മവിശ്രാന്തി എന്നറിയപ്പെടുന്ന ഭഗവാന്റെ സ്വാത്മ അനുഭവമാണ്. അത് ബഹിർമുഖമാവുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനമാകുന്ന പ്രപഞ്ച സൃഷ്ടിയായി പരിണമിക്കുന്നത്. ആ ആനന്ദശക്തിയെ പരാസംവിദ് ശക്തി എന്ന് തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നു. എന്നാൽ മനുഷ്യരായ നമ്മെക്കൊണ്ട് നിർവചിക്കാനും വിവരിക്കാനുമാകാത്ത പരശിവത്തിൻ്റെ വിമർശാംശമായ ആ ആനന്ദശക്തി പ്രപഞ്ചദശയിൽ നിൽക്കുമ്പോൾ സംവിദ് അഥവാ ചിദ് ശക്തി എന്ന രൂപത്തിൽ ആണ് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. പാരമാർത്ഥിക തലത്തിലെ സ്വാതന്ത്ര്യ സംവിദ് പരാസംവിദ് ശക്തി എന്നത് പ്രാപഞ്ചിക തലത്തിൽ, ലോകത്തിൻ്റെ തലത്തിൽ നിന്നുമുള്ള വീക്ഷണത്തിൽ സംവിദ് ശക്തി അല്ലെങ്കിൽ ചിദ് ശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. ചിത്തം, ചിതി എന്നതൊക്കെ പ്രാപഞ്ചിക ദശയിലെ ജ്ഞാനത്തെ സംബന്ധിച്ച് വരുന്ന പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കാം. ശിവത്തിൻ്റെ വിമർശാംശമാണ് ശക്തി എന്ന് പറഞ്ഞു. ആ പരാവസ്ഥയിൽ ശിവശക്തികൾ സാമരസ്യഭാവത്തിലാണ്. അവിനാഭാവ സംബന്ധം എന്ന് പറയും. വിന എന്ന് പറഞ്ഞാൽ എന്താണ്? വിളംബം വിന, താമസം വിന എന്നൊക്കെ പറയാറില്ലേ? വിന എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ. അപ്പോൾ അവിന എന്ന് പറഞ്ഞാൽ ഒന്നോടൊന്ന് വിട്ടൊഴിയാത്ത, ഒന്നിൽ നിന്ന് മറ്റൊന്ന് പിരിയാത്ത എന്നൊക്കെ അർത്ഥം. അവിനാഭാവം എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുക. ശിവം ശക്തിക്കുള്ളിലും ശക്തി ശിവത്തിനുള്ളിലും അന്തർലീനമായിരിക്കുക. അതെങ്ങനെ സാധിക്കും? ഒന്ന് മറ്റൊന്നിൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
ആ മറ്റൊന്ന് ആ ഒന്നിൻ്റെ ഉള്ളിലും അതേപോലെ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അതാണ് സാമരസ്യ ചമത്കാരം, മിസ്റ്റിക് വണ്ടർ. അവിനാഭാവ സംബന്ധം എന്ന് പറയുന്ന ഇത്തരമൊരു ചമത്കാരം ശിവശക്തികൾക്ക് മാത്രമേ യോജിക്കുള്ളൂ. ശിവം ശക്തിക്കുള്ളിലും ശക്തി ശിവത്തിനുള്ളിലും പരസ്പരം അന്തർലീനമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ അവിനാഭാവ സംബന്ധത്തിലിരിക്കുന്ന ശിവശക്തികൾ പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്താണ് ശിവതത്വം ശക്തിതത്വം എന്ന് രണ്ടാവുന്നത്, അല്ലെങ്കിൽ രണ്ടായി വീക്ഷിക്കപ്പെടുന്നത്. പഞ്ചഭൂതാത്മക പ്രപഞ്ചമായും ജീവജാലങ്ങളായും ശ്രീ പരമേശ്വരനും പ്രപഞ്ച ഊർജത്തിൻ്റെ തുടിപ്പായും ജീവജാലങ്ങളുടെ ചിത്ത് ആയും ചിത് ശക്തി എന്ന ഭാവം ശ്രീ പരാശക്തിയും സ്വീകരിക്കുകയാണ്. അപ്പോൾ ചിത് ശക്തി എന്നത് ശക്തിതത്വമായി പ്രപഞ്ചത്തിൽ വ്യാവഹാരിക ദശയിൽ പ്രവേശിക്കുന്ന അംബികയാണ് എന്നത് ഓർക്കണം. ആ ചിത് ശക്തി തന്നെയാണ് സംവിദ് ശക്തി എന്നുമൊക്കെ അറിയപ്പെടുന്നത്. അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. സംവിത്തൗ ഭാതി യദ് വിശ്വം തത്രാപി ഖലു സംവിദ എന്ന് തന്ത്രാലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. സംവിദ് എന്ന് പറയുന്ന ആ ചിത് ശക്തിയുടെ സ്വരൂപത്തിലുള്ള ഈ വിശ്വം ആ ചിത് ശക്തിയിൽ നിന്ന് തന്നെ ഉണ്ടായി അതിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു. ആ ചിത് ശക്തിയുടെ കാരണത്താൽ തന്നെ ഊർജ്ജസ്വലതയോടുകൂടി വിളങ്ങുന്നു. ഈ വിശ്വത്തിൻ്റെ സ്വരൂപം തന്നെ ചിത് ശക്തിയാണ്. ആ വിശ്വം തുടിപ്പോടുകൂടി ആ ഊർജ്ജസ്വലതയോടുകൂടി വിളങ്ങുന്നതിൻ്റെ കാരണവും ചിത് ശക്തിയാണ്. അപ്പോൾ വിശ്വമായി രൂപം കൊണ്ടിരിക്കുന്നതും വിശ്വത്തെ താങ്ങി അതിനെ പൊതിഞ്ഞു നിൽക്കുന്നതും രണ്ടും ചിത് ശക്തി തന്നെ എന്ന് അർത്ഥം. അതാണ് സംവിത്തൗ ഭാതി യദ്വിശ്വം തത്രാപി ഖലു സംവിദ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വിസർഗശക്തിർയാ ശംഭോഹോ സേത്ഥം സർവത്ര വർത്തതേ തതഏവ സമസ്തോയം ആനന്ദരസവിഭ്രമഃ. ശ്രീ അഭിനവഗുപ്താചാര്യൻ്റെ തന്ത്രാലോകത്തിലെ വരികളാണ് ഇത്. വിസർഗശക്തി യാ ശംഭോഹോ, ശ്രീ പരമേശ്വരൻ്റെ പ്രപഞ്ചമായി വികസിക്കുന്ന ചിച്ഛക്തി തന്നെയാണ് സാ ഇത്തം സർവത്ര വർത്തതേ, ഇവിടെ സർവപ്രകാരേണ സർവത്തിലും വർത്തിക്കുന്നത്. ആ ശക്തി ശിവത്തിൻ്റെ സ്വാത്മാനന്ദ ശക്തി കൂടിയാണ് എന്ന് നേരത്തെ പറഞ്ഞു. എങ്ങനെ ശ്രീ പരമേശ്വരൻ വിശ്വമായി പ്രതിഫലിക്കുന്നുവോ പ്രതിബിംബിച്ച് ഇരിക്കുന്നുവോ അതുപോലെ ഭഗവാന്റെ ആനന്ദവും വിമർശശക്തിയുടെ സ്വാധീനം കൊണ്ട് ഈ ലോകത്തിൽ ആനന്ദത്തിൻ്റെ ഒരു മരീചിക പോലെ ജലഭ്രാന്തി പോലെ പ്രതിഫലിച്ചിരിക്കുന്നു. തതയേവ സമസ്തോയം ആനന്ദരസ വിഭ്രമ, ആനന്ദരസത്തിൻ്റെ ഒരു ഭ്രമമായി തോന്നുന്നു. ഇപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമ്മുടെ അതേ പ്രതിബിംബമാണ് കണ്ണാടിയിൽ കാണുന്നത്. പക്ഷേ ആ പ്രതിബിംബത്തിന് ഒരുപാട് പരിമിതികളുണ്ടല്ലോ. അതുപോലെ ശ്രീ പരമേശ്വരൻ്റെ ആ പരമാനന്ദാനുഭൂതിയുടെ പ്രതിബിംബം സങ്കുചിതമായി ക്ലിപ്തപ്പെട്ട് വളരെ ചെറിയ ഒരു രൂപത്തിൽ പ്രപഞ്ചത്തിൽ പ്രതിഫലിക്കുന്നു എന്നർത്ഥം. ലോകത്തിലെ ആനന്ദത്തിനും മിതത്വമുള്ളതാണ്, പരിമിതികളുള്ളതാണ്. കണ്ടീഷൻഡ് ബ്ലിസ്, ഉപാധിയോട് കൂടിയതാണ്. ഈ കണ്ടീഷനിങ്ങിൻ്റെ കാരണം എന്താണ്? പ്രപഞ്ചദശയിൽ രൂപപ്പെടുന്ന മറ്റൊരു പ്രധാന ഘടകമായ ഗുണങ്ങളുടെ ആവിർഭാവം. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളുടെ പ്രവേശനം. അതുകൊണ്ട് മനുഷ്യരാൽ ഊഹിക്കാൻ കൂടി കഴിയാത്ത ശ്രീ പരമേശ്വരൻ്റെ നിരതിശയ സുഖമാകുന്ന പരമാനന്ദമായിട്ടും അനുത്തര ആനന്ദശക്തിയായിട്ടും അതിൻ്റെ പ്രതിഫലനമായി വളരെ ചെറിയൊരംശത്തിൽ വിശ്വമാകെ പരിലസിക്കുന്ന സുഖസ്വരൂപമായിട്ടും, എന്ന് വെച്ചാൽ ജീവജാലങ്ങൾ ജീവിതത്തിൽ നിർവൃതിയുടെ രൂപത്തിൽ അറിയുന്ന സുഖാനുഭൂതിയായിട്ടും 2 വിധത്തിലും സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ശ്രീ പരാശക്തി നിജ സുഖമയ ശക്തിയാണ്. ശ്രീ ഭട്ടനാരായണാചാര്യർ തൻ്റെ സ്തവചിന്താമണിയിൽ പറയാണ്, ത്രൈലോക്യേപ്യത്ര യോ യാവാനാനന്ദകശ്ചിദീക്ഷ്യതേ സ ബിന്ദുര്യസ്യതം വന്ദേ ദേവമാനന്ദസാഗരം. ഇതിൻ്റെ അർത്ഥം 3 ലോകങ്ങളിലും എന്തെല്ലാം ആനന്ദമുണ്ടോ അതെല്ലാം മഹേശ്വരൻ്റെ മഹത്തായ ആനന്ദശക്തിയുടെ ആ നിരർഗള നിരതിശയ നിരപേക്ഷമായ പരിപൂർണ ആനന്ദമാകുന്ന സാഗരത്തിലെ
ഒരു ചെറു തുള്ളി മാത്രമാണ് എന്ന് അർത്ഥം. ആ ആനന്ദമാകുന്ന സുഖാവസ്ഥ ജീവികൾക്ക് പ്രദാനം ചെയ്യുന്നതും ചിത് ശക്തി രൂപത്തിൽ നിജസുഖമയി ആയ ശ്രീ പരാശക്തി തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. 2 തരത്തിലുള്ള ആനന്ദമാണ് ഇതുവരെ പറഞ്ഞത്. ആദ്യത്തേത് പാരമാർത്ഥികമായ ദശയിൽ അവിനാഭാവ സംബന്ധത്തിൽ പരസ്പരം ലയിച്ചിരിക്കുന്ന ശിവശക്തികളുടെ മനോവാചാമഗോചരമായ നിരതിശയ പരമാനന്ദം. രണ്ടാമത്തേത് ജഗത് സൃഷ്ടിക്ക് ശേഷം പ്രപഞ്ചത്തിലെ സകല ജന്തുവർഗങ്ങളിലും ജീവജാലങ്ങളിലും ചിദ്രൂപേണ വിളങ്ങുന്ന ജീവാനന്ദം. ഈ ജീവാനന്ദം എന്നത് കേവല ഭൗതിക സുഖാസ്വാദനങ്ങളിൽ കിട്ടുന്ന മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും സുഖാനുഭൂതി കൊണ്ടുണ്ടാകുന്ന വികാരങ്ങളുടെ ഉത്തേജനം കൊണ്ട് സംഭവിക്കുന്ന ആനന്ദം അല്ല. യോഗസാധന, ഉപാസന, ഭക്തിമാർഗം മുതലായവയിൽ കൂടി പ്രാപിക്കാവുന്ന ഗുണങ്ങളുടെ ആധിക്യത്തിൽ നിന്നും മുക്തമായ സ്പിരിച്വൽ ബ്ലിസ് എന്ന് പറയപ്പെടുന്ന ആധ്യാത്മികമായ ആനന്ദാനുഭൂതിയാണ് അത്. ആനന്ദശക്തി സൈവോക്ത യതോ വിശ്വം വിസൃജ്യത്തെ. വിശ്വം ജനിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തെ തുടിപ്പിക്കുന്ന ആനന്ദശക്തിയാണ് ചിത് ശക്തി സ്വരൂപിണിയായ ശ്രീ പരാശക്തി. അങ്ങനെ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപുള്ള പാരമാർത്ഥിക ദശയിലും പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷമുള്ള വ്യാവഹാരിക ദശയിലും നിജാനന്ദ സ്വരൂപിണിയായി വിളങ്ങുന്നവൾ എന്നതാണ് നിജ സുഖമയ ശക്തി എന്നതിൻ്റെ അർത്ഥം. അടുത്തത് ശ്രീ കാമകലാവിലാസത്തിലെ ഈ 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യ എന്ന വിശേഷണമാണ്. അവസാനത്തേതും 6ാമത്തേതുമായ ശ്രീ പരാശക്തിയുടെ പ്രഭാവം ആദ്യാശക്തി. അതെന്താണെന്ന് നോക്കാം. അനുത്തര ശക്തിയാണ് ശ്രീ പരാശക്തി. അനുത്തര ശക്തി എന്ന് വെച്ചാൽ അതിനപ്പുറത്ത്, അതിന് മുകളിൽ മറ്റൊന്നുമില്ലാത്തത്, അതാണ് അനുത്തര ശക്തി. അനുത്തര ശിവത്തെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ മുമ്പിലത്തെ ഭാഗങ്ങളിൽ ശിവപ്രഭാവം വിവരിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അനുത്തര ശിവത്തെ പോലെ തന്നെ ശക്തിയും അനുത്തരയാണ് എന്നത് ശാക്തതന്ത്രങ്ങൾ ഊന്നിപ്പറയുന്ന ഒരു വസ്തുതയാണ്. അദ്വൈത വേദാന്തത്തിലെ പാരമാർത്ഥിക സത്തയാണ് ശിവാദ്വൈതത്തിലെ അനുത്തര ദശ എന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടാവുമല്ലോ. മുണ്ടകോപനിഷത്ത് പരവിദ്യയായി നിർവചിച്ചിരിക്കുന്ന പാരമാർത്ഥിക തലത്തെക്കുറിച്ച് നമ്മൾ 3ാമത്തെ ഭാഗത്തിൽ മനസ്സിലാക്കിയതാണ്. തന്ത്രങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ശിവാദ്വൈതത്തിൽ എന്താണ് ഈ അനുത്തര ദശ എന്നതിനെക്കുറിച്ച് പറയുന്നത് എന്നത് ഒന്നും കൂടി വിശദമായി നോക്കാം. ഉത്തരം ച ശബ്ദനം തത് സർവഥാ ഈദൃശം താദൃശം ഇതി വ്യവച്ഛേദം കുര്യാത് തത് യത്ര ന ഭവതി അവ്യവച്ഛിന്നം ഇദം അനുത്തരം. ഇത് പരാത്രിംശിക വിവരണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ്. അതായത് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും പ്രസക്തിയില്ലാത്ത തലം, ഈ രീതിയിൽ ആ രീതിയിൽ എന്നൊക്കെ ഊഹിക്കാനും വ്യവച്ഛേദം ചെയ്യാനും സാധിക്കാത്തതും അതിനപ്പുറത്ത് ഒരു ആധ്യാത്മിക തലം ഇല്ലാത്തതുമാണ് അനുത്തരം എന്ന് പറയപ്പെടുന്നത്. ഇച്ഛാദിശക്തി അവിശേഷിതം കൂടിയാണ് അത്. ഇച്ഛ മുതലായ ശക്തികളുടെ ആവിർഭാവം ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ട് ആ പരമമായ ഈശ്വര ചൈതന്യത്തെ ശൂന്യപ്രമാദ എന്നും ശൈവതന്ത്രങ്ങളിൽ പറയുന്നു. ശൂന്യത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ ശൂന്യത്തിൽ ഇരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം. എന്നാൽ ശൂന്യം എന്ന് പറയുമ്പോൾ ഉടനെ ഒന്നുമില്ലാത്തത് എന്ന് അർത്ഥമെടുക്കരുത്. പൂർണ്ണതയാണ് ശൂന്യം, ശൂന്യമാണ് പൂർണ്ണത. രണ്ടിനും വ്യത്യാസമൊന്നുമില്ല. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യത. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് ശൂന്യമല്ല, പൂർണ്ണം തന്നെയാണ്. അതാണ് സർവശൂന്യം എന്ന് പറയുന്നത്. സർവം ആയിട്ടുള്ള ശൂന്യം എന്ന അർത്ഥത്തിൽ. ശൂന്യത്വം ചാത്ര സകല ഭാവക്ഷയാത് നതു സംവിദോവപി തഥാത്വേച്ച സർവമനേലമൂകം സ്യാത്. സംവിത്ത് രൂപഭാവത്തിൽ അറിയുന്ന അറിവായി ശക്തി ആവിർഭവിക്കുന്നതിന് മുൻപുള്ള സകല ഭാവക്ഷയമായ സകല ഭാവരാഹിത്യമായ തലം, അതാണ് ശൂന്യതലം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. യാതൊരു നിയതികളും ധർമ്മങ്ങളും വ്യവസ്ഥകളും രൂപം കൊള്ളാത്ത ഒരു സ്ഥിതിവിശേഷം, അതാണ് പാരമാർത്ഥിക തലം. സർവാലംബന ധർമ്മൈശ്ച സർവതത്വൈരശേഷതഃ സർവക്ലേശാശയൈഃ ശൂന്യം ന ശൂന്യം പരമാർത്ഥതഃ.
വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പദ്യമാണിത്. അതായത് സകലവിധമായുള്ള ആലംബന ധർമ്മങ്ങളും ഒഴിഞ്ഞതും എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ധർമ്മത്തെ ആശ്രയിച്ച് ഇരിക്കുന്നതല്ലാത്തതും, അതാണ് സർവാലംബന ധർമ്മൈഹി ശൂന്യം എന്നതിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിലുള്ള സകലതിലും അടിസ്ഥാനമായിട്ട് ഓരോ ധർമ്മങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിളിനെ ആശ്രയിച്ചായിരിക്കും നിലകൊള്ളുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്, ആലംബന ധർമ്മം. അങ്ങനെയുള്ള യാതൊരു ധർമ്മത്തെയും ആശ്രയിക്കാത്തതും നിയതമായി ഒരു പ്രമാണവുമില്ലാത്തതുമാണ് അനുത്തരം. അതുപോലെ സർവതത്വൈഹി അശേഷതഃ ശൂന്യം, ഒരു തത്വത്തിനും അധിഷ്ഠാനമല്ലാത്തതും ഒരു തത്വത്തിലും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതും, സർവക്ലേശ ആശയൈഹി ശൂന്യം, വളരെ ക്ലേശിച്ച് ആയാസപ്പെട്ട് ആലോചിച്ച് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു ആശയം അല്ലാത്തതും ആയ ഒന്നാണ് അത്. എന്നാൽ സത്യത്തിൽ ശൂന്യമല്ലാത്തതാണ് അനുത്തരം എന്ന് പറയപ്പെടുന്നത്. ന ശൂന്യം പരമാർത്ഥത. ആ അനുത്തര ദശയിലും ഉള്ളതായിരിക്കുന്ന ആ പരവസ്തുവിൻ്റെ സ്വഭാവമായി ഭാഗമായിരിക്കുന്നതായി തന്ത്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ശ്രീ പരാശക്തിയും അനുത്തര ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യയും ആണ്. കാശ്മീര ശൈവത്തിൻ്റെ പുരാതന ആചാര്യനായ ശ്രീ സോമാനന്ദാചാര്യർ തൻ്റെ ശിവദൃഷ്ടി എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്: ന ശിവശക്തിരഹിതോ ന ശക്തിർവ്യതിരേകിണി ശിവശക്തസ്തഥാ ഭാവാൻ ഇച്ഛയാ കർത്തുമീദൃശാൻ ശക്തിമതോർഭേദ ശൈവേ ജാതു ന വർണ്യത്തെ. അതായത് ശക്തിരഹിതനായ ശൂന്യനായി ശിവനും ശിവനിൽ നിന്ന് വേറിട്ട ശക്തിയും ഇല്ല. ശക്തിമാനായി ഇരിക്കുന്നത് കൊണ്ടാണ്, അതായത് ശക്തി സഹിതനായി ഇരിക്കുന്നത് കൊണ്ടാണ് അതിദുഷ്കരമായ സൃഷ്ടികർത്തവ്യം, ഇച്ഛാനുസരണം സർവത്തിനെയും സൃഷ്ടിക്കാൻ ശ്രീ പരമേശ്വരൻ കഴിവുള്ളവനായി ഇരിക്കുന്നത്. അതുകൊണ്ട് ശൈവമതത്തിൽ ഒരിക്കലും ശക്തിക്കും ശക്തിമാനും തമ്മിൽ ഭേദം പറയപ്പെടുന്നില്ല. അതുതന്നെയാണ് ശാക്തതന്ത്രങ്ങളുടെയും സിദ്ധാന്തത്തിൻ്റെയും നിലപാട്. ശക്തേഹേ സ്വാതന്ത്ര്യകാര്യത്വാത് ശിവതാം ന ക്വചിത് ഭവേത് എന്ന് വെച്ചാൽ സ്വതന്ത്രമായി ശക്തി പ്രവർത്തിക്കും എന്ന് വരികിൽ പിന്നെ ശിവത്വം അല്ലെങ്കിൽ കർത്തൃത്വം എന്ന് ഒന്നില്ല എന്നാകും. കർത്താവില്ലാതെ പ്രവർത്തിക്കുന്ന ക്രിയ മാത്രമാകും. ഇപ്പം ക്രിയയ്ക്ക് മാത്രമായി പ്രവർത്തിക്കാൻ പറ്റുമോ? കാറ്റ് എന്നത് കർത്താവ്, വീശുക എന്നതാണ് അതിൻ്റെ ക്രിയ. കാറ്റ് എന്നൊന്നില്ലാതെ വീശുക എന്നത് മാത്രം സംഭവിക്കുമോ? വിശറി കൊണ്ട് വീശുന്ന കാറ്റല്ല പറയുന്നത്. കാറ്റ് എന്നൊന്നില്ലാതെ കാറ്റ് വീശലില്ല. അകർമ്മണക്രിയ എന്ന് പറയും, ഇൻട്രാൻസിറ്റീവ് വെർബ്. രാമൻ നടന്നു. രാമൻ എന്ന ഒരു കർത്താവില്ലാതെ നടക്കുക എന്നുള്ള ക്രിയ മാത്രമായിട്ട് സംഭവിക്കില്ലല്ലോ. അതുപോലെ ശക്തേഹേ സ്വാതന്ത്ര്യകാര്യത്വാത് ശിവതാം ന ക്വചിത് ഭവേത്. ശിവം ആകുന്ന ഗുണിയില്ലാതെ ശക്തി എന്ന ഗുണം മാത്രമായി ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുഞ്ചതോപി നിജാം ശക്തിം സ്വാതന്ത്ര്യേ ജ്ഞാനമാപതേത്. ശക്തിയെ ത്യജിച്ചതായ ശിവന് സ്വസ്വാതന്ത്ര്യമാകുന്ന ജ്ഞാനമില്ലാതെയായും തീരും. വ്യതിരേകയുക്തി, അന്വയയുക്തി എന്ന് രണ്ടു തരം യുക്തികൾ പറയാറുണ്ട്. ശക്തിയില്ലെങ്കിൽ ശിവമില്ല എന്ന് പറയുന്നതാണ് വ്യതിരേകയുക്തി. അതാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും എന്ന ആ സൗന്ദര്യലഹരിയിലെ പ്രഥമ ശ്ലോകത്തിലെ ധ്വനി. പക്ഷെ ശക്തി ഉള്ളപ്പോഴൊക്കെ ശിവനും ഉണ്ട് എന്ന് പറയുന്നതാണ് അന്വയയുക്തി. അതായത് ശക്തിയുടെ ചലനമുള്ളപ്പോഴൊക്കെ ശിവന്റെയും ചലനമുണ്ട് എന്നുള്ള സുപ്രധാന തത്വം. എന്നാൽ ശക്തിക്ക് ശിവമില്ലാതിരിക്കുന്ന അവസ്ഥ അതൊരിക്കലുമില്ല. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് യഥാ ശിവേന സഹിതാ ശക്തി ശക്തിരിത്യുച്യതേ തഥാ എന്ന് പറയുന്നതും. എന്ന് വെച്ചാൽ ശക്തി ശിവനോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമാണ് ശക്തി എന്നറിയപ്പെടുന്നത് എന്ന് അർത്ഥം. ആധാരമായ ശിവൻ ഇല്ലെങ്കിൽ ആധേയമായ സ്വഭാവമായ ഗുണമായ ശക്തിയുമില്ല എന്നത് ഓർക്കണം. അതുകൊണ്ട് ശിവശക്തികളുടെ പരസ്പര ആശ്രയത്വം, അന്യോന്യ അവലംബം പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. വിശ്വനാടക രചനയിലും നിർവഹണത്തിലും രണ്ടുപേരുടെയും പങ്ക് ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്.
ന ഹിമസ്യ പൃഥക് ശൈത്യം നാഗ്നേരൗഷ്ണ്യം പൃഥക് ഭവേത്. മഞ്ഞുകട്ടയിൽ നിന്നും വേറിട്ടതല്ല അതിൻ്റെ തണുപ്പ്, തീയിൽ നിന്നും വേറിട്ടതല്ല അതിൻ്റെ ഉഷ്ണം. മഞ്ഞുകട്ടയാണ് ശക്തിമാൻ, അതിൻ്റെ ശക്തിയാണ് ശൈത്യം. അഗ്നിയാണ് ശക്തിമാൻ, അതിൻ്റെ ശക്തിയാണ് ചൂട്. ഇതാണ് സമരസം എന്ന് പറയുന്നത്. മഞ്ഞുകട്ടയും തണുപ്പും ഒരു പ്രത്യേക സമയത്ത് ഒന്നിക്കല്ല ഉണ്ടായത്. അതുപോലെ തന്നെ തീയും അതിൻ്റെ ചൂടും ഒരു പ്രത്യേക സമയത്ത് വന്ന് പരസ്പരം കൂടുകയല്ല ചെയ്തത്. ഒന്നില്ലാതെ മറ്റൊന്നില്ല എന്നതാണ് സമരസം അഥവാ സാമരസ്യം. ഒന്ന് ഗുണി, മറ്റത് അതിൻ്റെ ഗുണം. ഗുണമുണ്ടെങ്കിൽ മാത്രമേ അതുള്ള ഗുണി ഉണ്ടാവുള്ളൂ. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്രകാരം പ്രകാശവിമർശങ്ങളായ ശിവശക്തികൾ തുല്യമായ സമാനതയോട് കൂടിയവരായതുകൊണ്ട് ശക്തിയും ആദ്യയാണ്, പ്രധാനയാണ്. വളരെ അവധാനപൂർവം മനസ്സിലാക്കി വച്ചിരിക്കേണ്ട ഒന്നാണ് ഈ ശിവശക്തി തത്വം. പ്രത്യേകിച്ച് ശ്രീവിദ്യാസാധനയിൽ ശിവശക്തി ഐക്യരൂപത്തിൽ മാത്രമാണ് ഇവിടെ ഉപാസന. ശക്തിയെ മാത്രം പ്രധാനമാക്കിയിട്ടുള്ളത് ശാക്തേയമാണ്. ശാക്തേയത്തിനും ശ്രീവിദ്യയ്ക്കുമുള്ള വ്യത്യാസം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ശ്രീ പരാശക്തിയായ പരദേവതയെ സ്മരിക്കുമ്പോഴൊക്കെ ആദ്യം ശ്രീ പരമേശ്വരൻ്റെ സ്മരണയും കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ ശ്രീ മഹാദേവസ്വാമിയെ സ്തുതിക്കുമ്പോഴും ശ്രീ പരാശക്തിയുടെ സ്മരണയും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ 6 വിശേഷണങ്ങളിൽ കൂടി നിജസുഖമയ നിത്യ നിരുപമാകാര ശിവരൂപ വിമർശ നിർമ്മലാദർശ ഭാവി ചരാചര ബീജം ആയ സാ ജയതി ശക്തിരാദ്യ, ആ ആദ്യാശക്തി സർവപ്രകാരേണ വിജയിച്ചരുളുന്നു എന്ന് ശക്തിതത്വം വിവരിച്ചതിന് ശേഷം അടുത്ത ശ്ലോകം തൊട്ട് കാമകലാ സ്വരൂപം വിവരിക്കാൻ തുടങ്ങുകയാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം. അവസാനമായി ശ്രീ കാമകലാവിലാസത്തിലെ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയ 6 വിശേഷണങ്ങളും സൂചിപ്പിക്കുന്ന ശ്രീ പരാശക്തിയുടെ ഒരു വിശേഷ ഭാവം വളരെ വിചിത്രമായ ഒരു രീതിയിൽ വർണ്ണിക്കുന്ന ഒരു തമിഴ് പദ്യത്തെക്കുറിച്ചും പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗത്തിൻ്റെ സംവാദം അവസാനിപ്പിക്കാം. തമിഴ് ഭാഷയിൽ തിരുമൂലരുടെ തിരുമന്ദിരത്തെക്കുറിച്ച് ഇതിനു മുൻപ് പറഞ്ഞിരുന്നു. ഇതിൽ അപൂർവമായ ഒരു ആശയത്തിൽ ശക്തിതത്വം വിവരിക്കുന്ന ഒരു പദ്യമുണ്ട്. ശക്തി ശിവന്റെ പത്നി മാത്രല്ല, അമ്മയും മകളും കൂടിയാണ് എന്ന്. വായും മനമും കടந்த മനോന്മനി പേയും പിണമും പെരിതുടை பெண் பிள்ளை ആയും അറിവും കടந்த അരനുക്ക് തായും മകളും നർത്താരമും ആമേ. അതിൻ്റെ അർത്ഥം നോക്കാം. വായും മനമും കടந்த മനോന്മനി, അതായത് വാങ് മനസ്സുകൾക്ക് അപ്പുറത്തുള്ള കാലം ദേശം മുതലായ ഘടനകൾക്ക് അതീതയായ ആദ്യശക്തി. പേയും പിണമും പെരിതുടை പെൺപിള്ളை. പേയ് എന്ന് പറഞ്ഞാൽ പിശാച്, പിണം എന്ന് പറഞ്ഞാൽ ശവം. ഏറ്റവും അധമമായിട്ടുള്ള 2 എണ്ണത്തിനെയാണ് ഇവിടെ ഉപമയായി പറഞ്ഞിരിക്കുന്നത്. പിശാച് ചരിക്കുന്നതാണ്, ശവം അനങ്ങാതെ കിടക്കുന്നതാണ്. അതായത് അനങ്ങുന്നതും അനങ്ങാത്തതും എന്ന് വെച്ചാൽ ചരവും അചരവുമായ ഈ പ്രപഞ്ചത്തെ കുറിക്കാനാണ് ഈ 2 ഹീനവസ്തുക്കളെ പറഞ്ഞിരിക്കുന്നത്. സിദ്ധന്മാരുടെ കൃതികളിലെ രീതി അങ്ങനെയാണ്. പേയും പിണമും പെരിതുടை പെൺപിള്ളை എന്ന് പറഞ്ഞാൽ ഈ ചരാചര പ്രപഞ്ചം മുഴുവനും തൻ്റെ കൈവശം വെച്ചിരിക്കുന്ന സ്വാമിനിയായിരിക്കുന്ന ശ്രീ പരാശക്തി, പ്രപഞ്ച സൃഷ്ടിയുടെ മൂലകാരണവും ഈ പ്രപഞ്ചമാകെ തൻ്റെ വിവിധ തലങ്ങളിലുള്ള ശക്തിപ്രവാഹമായി നിറഞ്ഞിരിക്കുന്നത് കൊണ്ടും ചിത് ശക്തി സ്വരൂപിണിയായ ശ്രീ പരാശക്തിക്ക് പരിപൂർണമായി അവകാശപ്പെട്ടതാണ് പ്രപഞ്ചം എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പെൺപിള്ളൈ, ശീമാട്ടി, തമ്പിരാട്ടി, തലൈവി, മുതൽവി എന്നൊക്കെ ശ്രീ പരാശക്തിയെ കുറിക്കാൻ തമിഴിൽ സിദ്ധസാഹിത്യങ്ങളിൽ ഉപയോഗിച്ച് കാണാറുള്ള പ്രയോഗങ്ങളാണ്. പിന്നെ ആയും അറിവും കടந்த അരനുക്ക്. ആയും അറിവ് എന്ന് പറഞ്ഞാൽ പദാർത്ഥനിഷ്ഠമായ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ്. ഈ 3നെയാണ് ത്രിപുടി എന്ന് പറയുന്നത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏകമായിട്ടുള്ളത് ഇങ്ങനെ 3ആയി വിഭജിക്കപ്പെട്ടു പോയ ഈ പ്രപഞ്ചത്തിൻ്റെ ദശയെ
അതായത് ഈ വ്യാവഹാരിക ദശയെ നിർണയിക്കുന്നതാണ് ഈ ത്രിപുടി. ത്രിപുടിയാകുന്ന ആയും അറിവ് കടന്ത അരൻ എന്ന് വെച്ചാൽ ത്രിപുടിക്ക് അതീതനായ എന്നർത്ഥം. ത്രിഭുവന സീമ കടന്ന് തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ വിശ്വോത്തീർണനായ പരശിവത്തെ വർണ്ണിക്കുന്നത്. ആയും അറിവും കടന്ത അരൻ. അരൻ എന്ന് വെച്ചാൽ ഹരൻ, ശിവൻ. ആ പരമശിവന് തായും മകളും നർത്താരമുമാമേ, അതായത് പരാശക്തി അമ്മയും മകളും നല്ല പത്നിയുമാണ് എന്ന്. വാങ്മനസ്സുകൾക്ക് അതീതയായ ചരാചര പ്രപഞ്ചത്തിൻ്റെ സ്വാമിനിയായ ശ്രീ പരാശക്തി ത്രിപുടിക്ക് അതീതനായ ശ്രീ പരമേശ്വരൻ്റെ അമ്മയാണ്, മകളാണ്, ഭാര്യയുമാണ്. എങ്ങനെയാണ് ഈ മൂന്നവസ്ഥയും പരദേവതയ്ക്ക് ഒരേ സമയത്തിൽ ഉണ്ടാവുന്നത്? ഇത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ശ്രീ കാമകലാവിലാസത്തിൻ്റെ 2-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ വഴി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ശിവരൂപ വിമർശ നിർമ്മലാ ദർശഃ എന്ന് പറഞ്ഞിട്ടുള്ളതനുസരിച്ച് ശ്രീ പരമേശ്വരന് സ്വരൂപാനുഭൂതി ഉണ്ടാക്കി കൊടുത്ത് ശിവത്തിൻ്റെ അഹം ബോധം ജനിപ്പിച്ചതുകൊണ്ട് അമ്മയും, പിന്നെ ഭാവി ചരാചര ബീജമായി പരശിവത്തിൻ്റെ ഉള്ളിൽ നിന്നും പ്രപഞ്ചസ്വരൂപിണിയായി തന്നെ വെളിപ്പെടുത്തുന്നതുകൊണ്ട് മകളും, പിന്നെ നിജസുഖമയി ആയി ശ്രീ പരമേശ്വരൻ്റെ പരമാനന്ദകാരിണിയായി ശിവ അഭിന്നയായി സമരസത്തിൽ ലയിച്ചിരിക്കുന്നത് കൊണ്ട് പത്നിയുമാണ് നിത്യയും നിരുപമാകാരയും ആദ്യയും ആയ ശ്രീ പരാശക്തി. സ്ത്രീയുടെ 3 ഭാവങ്ങളാണ് അമ്മ, ഭാര്യ, മകൾ എന്നുള്ളത്, അല്ലേ? മഹാപുരുഷനായ ശ്രീ പരമേശ്വരന് ഈ 3 ഭാവത്തിലും അമ്മയായും പത്നിയായും പുത്രിയായും ഇരിക്കുക എന്ന ചമത്കാരം ശ്രീ പരാശക്തിക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? ശേഷം അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.